ഹലോ ഗൈസ്. അപ്പം എൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവം നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ ആയാലോ. ഏകദേശം 2 വർഷം, ഇന്ന് മെയ് 8 ആണ് കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. കൃത്യം 2 വർഷം മുന്നേ ഇതേ ദിവസം, ഇതേ സമയമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇതുപോലെ കാറിൽ ഇരുന്നിട്ട്, ഈ കാറല്ല എൻ്റെ പഴയ കാറ്, മിസ്റ്റർ കുട്ടപ്പൻ കാറിൽ ഇരുന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഭയങ്കര സങ്കടം വന്നിട്ട് ഞാനങ്ങ് ഇരുന്ന് കരഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. 2 ദിവസം കഴിയുമ്പോഴുള്ള ആ ബർത്ത്ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് 39 വയസ്സാവുകയാണ്. 39. ഐ എം ഗോയിങ് ടു ബി 39. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കുറേ ചിന്തകൾ പോയി. വേറൊന്നുമല്ല, അയ്യോ എൻ്റെ ലൈഫിലെ എൻ്റെ 30s എൻ്റെ അവസാനത്തെ വർഷം. ഞാൻ എൻ്റെ 30s ഐ എം ഗോയിങ് ടു എൻഡ് മൈ 30s. ഇനി എൻ്റെ ലൈഫിൽ 30s ഇല്ല. അങ്ങനെയൊക്കെ എന്തോ ഇപ്പോൾ കുറേ ഇങ്ങനെ തോട്ട് വന്നിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞു. എനിക്കതങ്ങ് കുറേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയി. 39 വയസ്സായി. ആ 39 വയസ്സും എനിക്ക് ഐ വാസ് നോട്ട് ഹാപ്പി. ഉള്ള സത്യം പറയാമല്ലോ. എല്ലാവരും പറയും, ഞാനും പറയാറുണ്ട്, ഏജസ് ഇപ്പം ഞാൻ പറയും ഐ അക്സെപ്റ്റ് ദറ്റ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. പക്ഷെ നമ്മൾ ഒരു സംഭവം ഇങ്ങനാണെന്നൊക്കെ ഈ 30s നമ്മൾ ബൈ ബൈ പറയുമ്പം ചെറിയൊരു വിഷമം എന്തായാലും വരും. ഞാനത് നല്ലപോലെ എനിക്ക് തോന്നി. ആ 39 വർഷം ഇങ്ങനെ 39 വയസ്സിങ്ങനെ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും എനിക്ക് ഐ കീപ്പ് ഓൺ തിങ്കിങ് അബൌട്ട് ഇറ്റ്, ലൈക്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഇയർ ഇൻ 30s. ഞാൻ 40s ആവുകയാണ് എന്നുള്ള ആ ഒരു തോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പോയി. ലൈക്ക് അങ്ങനെ അവസാനം 39 വയസ്സും അവസാനിച്ചു. എനിക്ക് 40 വയസ്സായി. കഴിഞ്ഞ വർഷം ഞാൻ 40 വയസ്സിലായിരുന്നു. അങ്ങനെ 39 കഴിഞ്ഞ് 40 ആയപ്പം ഐ ഡിഡ്ന്റ് ഫൈൻഡ് മച്ച് ചേഞ്ച്. ഐ എം സ്റ്റിൽ ദ സെയിം പേഴ്സൺ. ഐ ടോക്ക് ദ സെയിം വേ ദാറ്റ് ഐ ടോക്ക്. ഐ ഡു ഓൾ ദ തിങ്സ് ദാറ്റ് ഐ ഡു. ഇത്രയും നാളും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആ 30ന്റെ സ്ഥാനത്ത് 40 വന്നു, 3 മാറി 4 അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം 30 കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു സംഭവം പിന്നെ എനിക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ എൻ്റെ ലൈഫിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് 40നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നില്ല ആക്ച്വലി എൻ്റെ പ്രശ്നം, ഐ വാസ് ഫൈൻഡിങ് ഇറ്റ് ഹാർഡ് ടു സേ ഗുഡ് ബൈ ടു മൈ 30s. അതിപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ വയസ്സിനോട് മാത്രമല്ല, എനിക്ക് എല്ലാവരോടും ഗുഡ് ബൈ പറയാനായിട്ട് ഇച്ചിരി വിഷമമുള്ള കൂട്ടത്തിലാണ്. ഐ എം ടു മച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് ടു എവറിത്തിങ്. ലൈക്ക് അതിപ്പം മനുഷ്യരാണെങ്കിലും വസ്തുക്കളാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും എല്ലാം അങ്ങനെയുള്ളപ്പം ഞാൻ ഇത്രയും നാളും 10 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടന്ന എൻ്റെ 30കളോട് എനിക്ക് പെട്ടെന്ന് ഒരു ഗുഡ് ബൈ പറയാനായിട്ടൊരു വിഷമം തോന്നി. അങ്ങനെ ഞാൻ അങ്ങ് കുറച്ചൊരു മെൽറ്റ് ഡൗൺ ഒക്കെ തോന്നി, അങ്ങനെ വിഷമിച്ചു. ബട്ട് 40s ആർ വെരി നൈസ്. എനിക്ക് ഇപ്പം 30കളുടെ തുടക്കത്തിലും, ഇപ്പം ഞാൻ ഐ എം ഇൻ ദ ബിഗിനിങ് ഓഫ് മൈ 40s. അപ്പം 40കളുടെ തുടക്കത്തിലും എനിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വി ഫീൽ മോർ കോൺഫിഡൻറ്റ്. എൻ്റെ ക്യാരക്ടറും എല്ലാം ഏകദേശം അതുപോലൊക്കെ തന്നെ. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡൻ്റ് ആയി. എനിക്ക് കുറച്ചുകൂടെ കുറെ ധൈര്യം വന്നു. എനിക്ക് എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള, ലൈക്ക് ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. അങ്ങനെ കുറെ നല്ല ചേഞ്ചസ് മാത്രമാണ് 40കൾ എനിക്ക് കൊണ്ടുവന്നത്. അല്ലാണ്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് 40s ഇസ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇതുവരെ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഇതേ സിറ്റുവേഷൻ, ലൈക്ക് ദോസ് ഹു ആർ ഗോയിങ് ടു ബി 39 അല്ലെങ്കിൽ 40s അടുക്കുമ്പം ചെറിയൊരു വിഷമം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 40s ഈസ് ഫാബുലസ്. ആൻഡ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പം ഞാൻ എവിടെയോ ഇങ്ങനെ വായിച്ചു, ലൈക്ക് മനുഷ്യന്, ലൈക്ക് വെൻ വി എൻഡ് ഈച്ച് ഡെക്കേഡ് ഓഫ് അവർ ലൈഫ്, അതിപ്പം നമ്മുടെ 20കൾ അവസാനിക്കുമ്പോഴും 30കൾ അവസാനിക്കുമ്പോഴും 40കൾ അവസാനിക്കുമ്പോഴും ഒക്കെ 50കൾ അവസാനിക്കുമ്പോഴും അറിയത്തില്ല, 40 അവസാനിച്ചില്ല, അങ്ങനെ ഓരോ ഡെക്കേഡ് നമ്മൾ എൻഡ് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു പ്രത്യേകതരം സ്ട്രെസ് വരും, ഒരു വിഷമം വരും. അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. കാരണം അതൊരു ഒരു 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 മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ ഇതിനെ വേണം പറയായിരിക്കും. ബട്ട് ലൈക്ക് അത് ഓരോ ഡെക്കേഡ് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്തോ പെട്ടെന്ന് നമ്മൾ എന്തോ അവസാനിച്ചു, ലൈക്ക് മൈ ലൈഫിന്റെ ആ സ്റ്റേജ് കഴിഞ്ഞു എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരുന്നത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. ഈ വീഡിയോ ആദ്യം എനിക്ക് ചെയ്യാനായിട്ട് മടിയായി കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു, യെസ് ഐ വിൽ ഡൂ ദിസ്. ലൈക്ക് ഇന്നാണ് അത് കറക്റ്റ് ദിവസമാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് അത്രയ്ക്കും കിട്ടത്തില്ല. കാരണം ഇതേ ദിവസമാണ് ഞാൻ അന്ന് ഒത്തിരി വിഷമിച്ചത്. ഇന്ന് എനിക്ക് ഒരു വിഷമമില്ല. ഐ എം സോ ഹാപ്പി ഇൻ മൈ 40s. ആൻഡ് ലൈക്ക് പിന്നെ വേറൊരു കാര്യം, ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ വിഷമിച്ചപ്പം പിന്നെ എനിക്ക് ആശ്വാസം തോന്നിയ, ഞാനിങ്ങനെ 2 കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കുമ്പം ഐ യൂസ് ടു ഗെറ്റ് കുറച്ച് പീസ്. അത് 2 കാര്യങ്ങൾ എന്തായിരുന്നെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം.
വേറൊന്നുമല്ല. എനിക്ക് 39 ആയപ്പോൾ ഞങ്ങൾ വിഷമിച്ചപ്പം പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് 39 ആകുന്നത് എനിക്ക് മാത്രമല്ലല്ലോ, എത്രയോ മനുഷ്യർക്ക് 39 ആവുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പോസിറ്റീവ് കമ്പാരിസൺ. നമ്മൾ എപ്പോഴും എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന സംഭവം എപ്പോഴും നമ്മൾ എന്തോ ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്യാൻ നോക്കും. കമ്പയർ ചെയ്തിട്ട് സങ്കടപ്പെടും. അതല്ലോ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കമ്പയർ ചെയ്ത് സങ്കടപ്പെടണ്ട, സന്തോഷിക്കാവുന്ന കാര്യമാണ്. വേറൊന്നുമല്ല, ഈ ലോകത്ത് 39 വയസ്സ്, ഇന്നിപ്പോ എനിക്ക് 39 അല്ല, അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, 39 വയസ്സാകുന്നത് എനിക്ക് മാത്രമല്ല, 39 വയസ്സ് ജീവിക്കുന്നത് ഞാൻ മാത്രമല്ല. ദർ ആർ millions of people around me who is in their 39 years. അത് എനിക്കൊരു ഭയങ്കര ഒരു റിലീഫ് തോന്നിയ ഒരു തോട്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു രീതിയിലൊക്കെ ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചോളൂ. പിന്നെ വേറെ ഞാൻ എന്നെ തന്നെ എനിക്ക് സമാധാനം തോന്നിയ വേറൊരു തോട്ട് എന്തായിരുന്നു വെച്ചാൽ, ഞാനിങ്ങനെ ആലോചിച്ചു, ലൈക്ക് ഇതുപോലെ തന്നെ എനിക്ക് ഇത്ര വിഷമമായില്ലെങ്കിലും അന്ന് 20s അവസാനിച്ച് 30s കയറുമ്പോഴത്തേനും എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ലൈക്ക്, ഓ, ഐ ആം എൻഡിങ് മൈ 20s ആൻഡ് ഐ ആം ഗോയിങ് ടു ബിഗിൻ മൈ 30s എന്നുള്ളത് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഓ, അന്നത്തെ ആ 29 എത്രയോ നല്ലതായിരുന്നു. ഇന്നിപ്പോൾ 39 ആയി. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഞാൻ 49 ആവുമ്പം ഇതുപോലെ ഇരുന്ന് ആലോചിക്കുമായിരിക്കും, അന്നത്തെ ആ 39 എത്രയോ നല്ലതായിരുന്നു. സോ ലൈക്ക് വി വിൽ എപ്പോഴും നമ്മളിങ്ങനെ പഴയത് ആലോചിച്ച് നമ്മളിങ്ങനെ ചിലപ്പോൾ ഇതാക്കും. ലൈക്ക് നമ്മൾ ആ കറക്റ്റ് ആ മൊമെന്റിൽ ജീവിക്കാണ്ട് പഴയ കാര്യങ്ങൾ ആലോചിച്ച്, ഓ, അന്നത്തെ നല്ലതായിരുന്നു, ഇന്നത്തെ ഇതാ നല്ലതായിരുന്നു. ഒരു പക്ഷെ ഞാൻ 49 വയസ്സാകുമ്പോൾ ഇതുപോലെ ഇരുന്ന് വിഷമിക്കുന്നുണ്ടാവും, എന്റെ എത്രയോ നല്ല കാലങ്ങളായിരുന്നു ഇതെന്നുള്ളത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഐ സ്റ്റോപ്പ് തിങ്കിങ് വിത്ത് ദാറ്റ്, ലൈക്ക് ഇത് മോശമാണ്, അങ്ങനെയൊന്നുമല്ല. എല്ലാ വയസ്സും എല്ലാ പ്രായവും നല്ലതാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ദിസ് ഈസ് മൈ ഫാബുലസ് ടൈം ഓഫ് മൈ ലൈഫ്. ഇനിയിപ്പം ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വറി ചെയ്യാനും ഒത്തിരി വിഷമിക്കാനൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ഏകദേശം ആ തോട്ട് അവിടെ അവസാനിച്ചു. പക്ഷെ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, വൺസ് നമ്മൾ 40s കയറി കഴിയുമ്പോഴത്തേനും വി ഫീൽ മോർ ബെറ്റർ, മോർ ഗുഡ്, മോർ സ്ട്രോങ്, മോർ കോൺഫിഡൻറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ബേസിക്കലി വേറെ വ്യത്യാസങ്ങളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ലൈക്ക് എൻ്റെ സ്വഭാവമൊക്കെ അതുപോലൊക്കെ തന്നെ. ലൈക്ക് എൻ്റെ മേ ബി ലൈക്ക് നമ്മൾ ഏത് പ്രായത്തിലായാലും, 40 ആയാലും 50 ആയാലും 60 ആയാലും 70 ആയാലും, നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു നമ്മുടെ ചൈൽഡിഷ്നെസ്, ലൈക്ക് നമുക്ക് ആ ഒരു ചൈൽഡിഷ്നെസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ എഫേർട്ട് ഇടണമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് അത് ഓരോരുത്തർക്ക് നാച്ചുറലായിട്ട് വരുന്ന കാര്യമായിരിക്കും. അപ്പം പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളായിട്ടിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലാണ്ട് ഇപ്പം 30 മാറി 40 ആയി, 40 മാറി 50 ആയി, 50 ആയി 60 ആയി, അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. യാ, എല്ലാ ദിവസവും ഇങ്ങനെ 2-3 വീഡിയോ വെച്ച് എടുത്തിട്ട് എൻ്റെ ഫോണിന്റെ മെമ്മറി തീർന്നുപോയി. അപ്പൊ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒന്ന് നിർത്തിയിട്ട് പോയി പഴയ കുറെ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്നേക്കാണ്. അപ്പൊ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യാ, ദാറ്റ്സ് 40s ഈസ് ഫാബുലസ്. അപ്പൊ നിങ്ങൾ അതോർത്ത് ഇങ്ങനെ ആരെങ്കിലും 40 കയറുന്ന ഓർത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ 30 ഗുഡ് ബൈ പറയാനായിട്ട് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡോൺ ബി അങ്ങനെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ എൻ്റെ ഫ്രണ്ട് രജിത, നീ കാണുന്നുണ്ടോ? രജിതയ്ക്ക് അവക്ക് 40 ആകുന്നേ ഉള്ളൂ. ലൈക്ക് മെയ് 31 അവക്ക് 40 വയസ്സാവും. അവളുടെ വയസ്സും ഞാൻ ഈ വീഡിയോ കൂടെ അങ്ങ് പറഞ്ഞു. ഓക്കെ, എനിവേ, അപ്പൊ അവക്ക് എന്റെ പോലെ എല്ലാവർക്കും അങ്ങനത്തെ പ്രശ്നം ചിലപ്പോൾ ഉണ്ടാകത്തില്ലായിരിക്കും. ഐ ഡോണ്ട് നോ, എനിക്ക് ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ എല്ലാം ഓരോ മനുഷ്യനും ഓരോ രീതിയിലല്ലോ. ചിലവര് അതിന് വലിയ മൈൻഡ് ഒക്കെ ചെയ്യുന്നില്ലായിരിക്കും, അത് അതിന്റെ വഴിക്ക് പോവും. പക്ഷെ ചിലവർ അതിനെക്കുറിച്ച് ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നവർ കാണും. അങ്ങനെ ഒത്തിരി വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. 40s അത് ന്യൂ 20s എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ എത്ര കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂ 20s ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ 20s ഐ വാസ് നെവർ കോൺഫിഡൻറ്റ് ലൈക്ക് ദിസ്. അപ്പൊ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വേണ്ടിയിരുന്നത് എന്താന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. എൻ്റെ 20s ഞാൻ ഒരിക്കലും ഇത്ര കോൺഫിഡന്റ് ആയിരുന്നില്ല. മേ ബി ഐ വാസ് യങ് അറ്റ് ദാറ്റ് ടൈം, മോർ യങ് ആയിരുന്നായിരിക്കാം, പക്ഷേ കോൺഫിഡന്റ് ആയിരുന്നില്ല. അത് വേറൊരു വ്യത്യാസമാണ് കേട്ടോ. അപ്പം 40s ആർ മോർ ബ്യൂട്ടിഫുൾ, വി ഫീൽ മോർ കോൺഫിഡന്റ്. ഒരു മനുഷ്യന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടെ അത്യാവശ്യമായിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഫോർ മീ, ഓരോരുത്തർക്കും ഓരോ രീതി തോന്നുമായിരിക്കും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. ഇത് വളരെ ഒരു ക്വിക്ക് വീഡിയോ ആയിരുന്നു. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വയസ്സിങ്ങനെ ഇത്ര പബ്ലിക്കലി പറയുന്നത്.
അത് തന്നെ എനിക്കൊരു ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നുന്നു. കാരണം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 35 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ വയസ്സ് പറയാനായിട്ട് ചെറിയൊരു മടിയായിരുന്നു. ലൈക്ക് ഐ യൂസ് ടു ഗെറ്റ് എവിടെയോ ഒരു ഹിൻഡ്രൻസ് ഉണ്ടായിരുന്നു, അതും പോയി. അതൊരു വലിയൊരു വ്യത്യാസമാണ്. അതും ഇല്ല എനിക്കിപ്പം. ലൈക്ക് ഐ ആം ഓപ്പൺ ടു ടെൽ മൈ ഏജ് ടു എനിബഡി എന്നുള്ളതും അതൊരു ഭയങ്കര വ്യത്യാസമല്ലേ. ഞാൻ എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്തെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു വ്യത്യാസം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു ഞാൻ ഇനി ഇംഗ്ലീഷിലെ വീഡിയോ ചെയ്ത് തുടങ്ങും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. വീണ്ടും ഞാൻ മലയാളത്തിൽ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ ഒരു 8-10 ദിവസമായിട്ട് ഞാനിങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഓൺലി ഇൻ ഇംഗ്ലീഷോട് ഇംഗ്ലീഷ്. എങ്ങനെ ഒരു ദിവസം 1-2 വീഡിയോസ് ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ 1-2-3 വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യാനുള്ള കാര്യം എന്താന്നുള്ളത് ഞാൻ വേറൊരു വ്ളോഗിൽ പറയാം. തൽക്കാലം ഇത് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നു, എന്ത് സംഭവിക്കുന്നു, ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, വളരെ കുറഞ്ഞ വ്യൂസ് എന്ന് മാത്രമല്ല എന്നെ ഇത്ര നാൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് പറ്റുന്നില്ല. ലൈക്ക് ഇത് ഞാൻ കുറേ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഇത്. എൻ്റെ ഒരാളുടെ അധ്വാനവും വേർപ്പും കഷ്ടപ്പാടും എല്ലാം ഉണ്ട് ഓരോ വീഡിയോയ്ക്കും പിന്നിലും. അത് ഞാൻ വെറുതെ വെള്ളം എന്ന് നമ്മൾ പറയുന്നത് അവസാനം വരെ വെള്ളം കോരിയിട്ട് കുടവിട്ട് ഉടച്ചെന്ന് ആ ഒരു രീതിയിലോട്ട് ആക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സോ ഐ ഡിസൈഡഡ്. പിന്നെ ഞാൻ കുറെ ഇങ്ങനെ എനിക്കറിയാവുന്ന എൻ്റെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള 1-2 ഫ്രണ്ട്സിനോടും ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് വളരെ മണ്ടത്തരമാണ്. ഞാനിപ്പോ ഇവിടെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയാൽ ഞാൻ ഏകദേശം ഒന്നേന്ന് എൻ്റെ ചാനൽ തുടങ്ങുന്ന പോലെ ആയിരിക്കും. ഇനിയിപ്പോ അതൊരു പുതിയൊരു ഓഡിയൻസിനെ കണ്ടുപിടിച്ച് ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. ആ സമയത്ത് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. ഇനി പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ച് അപ്പോഴത്തേനും എനിക്ക് തലയ്ക്ക് നല്ല വട്ടാവും. ഇറ്റ്സ് നോട്ട് ഈസി. ഓരോ തവണ ഇങ്ങനെ വ്യൂസ് കുറയുന്നതും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറയുന്നതും ഒക്കെ കാണുമ്പം ഭയങ്കര ചെറിയൊരു വിഷമമുണ്ട്. അതിപ്പം ഇങ്ങനെ യൂട്യൂബ് ഈ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമായിരിക്കും. അത് കാരണം വീണ്ടും ഞാൻ മലയാളത്തിൽ പറയുവാണ്, സംസാരിക്കാൻ തീരുമാനിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ മലയാളത്തിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ വല്ലപ്പോഴും ഒക്കെ പറയുമായിരിക്കും. അപ്പം നിങ്ങൾ ആരും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തൊന്നും പോരുത്. അപ്പൊ അത്രേ ഉള്ളൂ പറയാനായിട്ട്. അപ്പൊ ശരി, സി യു ഓൾ. അപ്പം ഞാൻ എൻ്റെ വീഡിയോയുടെ ഉള്ളടക്കം എന്തായിരുന്നു, ഈ 40കളിലോട്ട് കയറുന്നത് ഓർത്ത് നിങ്ങൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ നീഡ് ഫോർ ദാറ്റ്. ബി ഹാപ്പി, യു വിൽ ബി ഹാപ്പി ഇൻ യുവർ 40s. ഞാൻ ഉറപ്പ് തരുന്നു. ബൈ ബൈ. അയ്യോ, നിങ്ങൾ ആരും പോകരുത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോസിൽ അങ്ങനെ പറയാറില്ലായിരുന്നു. പക്ഷെ ഇന്നലെ തൊട്ട് ആക്ച്വലി ഞാൻ പറയാൻ തുടങ്ങി. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഇതൊരിക്കലും എൻ്റെ ചാനലിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല. പക്ഷെ എൻ്റെ ഈഗോ ഒക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയുവാണ്. ലൈക്ക് ഇഫ് യു ലൈക്ക് ഇറ്റ്, ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് ട്രൈ ടു സബ്സ്ക്രൈബ്. ബൈ ബൈ.